പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗുഡ് ഈവനിങ്. നമ്മൾ ഹൈ ഫൈവ് തുടങ്ങുകയാണ്. ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഹൈ ഫൈവ് തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഹൈ ഫൈവിൽ ആദ്യം സംസാരിക്കുന്ന വാർത്ത വാണിജ്യ LPGക്കുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി എന്നറിയിച്ചതാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുകയാണ് കേന്ദ്രം. നിയന്ത്രണം നീങ്ങുന്നു. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിലാണല്ലോ ഈ വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത്. ഇപ്പം യുദ്ധമൊക്കെ അവസാനിച്ചു. ആ സാഹചര്യത്തിൽ യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. PNG കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശരത്ലാൽ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് തത്സമയം ശരത്ലാൽ നമുക്കിപ്പം ഹൈ ഫൈവിൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധമാണ് വില വർധനയ്ക്ക് കാരണമായി കേന്ദ്രം പറഞ്ഞിരുന്നത്. ഇപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ 9-ാം തീയതി ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന വഴി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കൂടി വെട്ടിക്കുറച്ചിരുന്നല്ലോ. അപ്പം ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ വാണിജ്യ സിലിണ്ടറിൽ വ്യക്തത വരുന്നതിനോടൊപ്പം തന്നെ സബ്സിഡി പാചകവാതക സിലിണ്ടറുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ കൂടി എന്തെങ്കിലും മെൻഷനിങ് ഉണ്ടോ ശരത്ത്? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കാരണം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത് കൊമേഴ്സ്യൽ, അതായത് ഹോട്ടലുകൾക്കും മറ്റുമുള്ള കൊമേഴ്സ്യൽ റെസ്റ്റോറൻറ്റുകൾക്കുമുള്ള കൊമേഴ്സ്യൽ സിലിണ്ടറുകൾക്കുള്ള LP സിലിണ്ടറുകൾക്കുള്ള നിയന്ത്രണം പിൻവലിച്ചിരിക്കുന്നു എന്നാണ്. നേരത്തെ 50% മാത്രമാണ് നൽകാൻ പാടുള്ളൂ എന്നതായിരുന്നു ഉത്തരവ്. അതാണ് പൂർണ്ണമായി പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ വിലയുടെ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനം അടുത്തു തന്നെ പ്രതീക്ഷിക്കാമെന്നൊരു സൂചനയും ഈ നടപടിയുടെ ഭാഗമായി നമുക്ക് കരുതാം. അതുപോലെ മറ്റൊരു പ്രധാന പ്രത്യേകത 3 കിലോ 5 കിലോ, അതായത് യാതൊരു രേഖകളുമില്ലാതെ പെട്രോൾ പമ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന 3 കിലോ 5 കിലോ സിലിണ്ടറുകളുടെ ലഭ്യതയും 80% പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് നേരത്തെ പൂർണ്ണ രൂപത്തിൽ അത് നിലച്ചിരിക്കുകയായിരുന്നു ഈ സിലിണ്ടറുകളുടെ വിതരണം. ഇത് അതിഥി തൊഴിലാളികളടക്കം, അതായത് പുറത്ത് താമസിക്കുന്ന വേണ്ടത്ര രേഖകളില്ലാത്തവർക്ക് പോലും ഗ്യാസ് അടുപ്പിലേക്കല്ല ഗ്യാസ് ലഭിക്കുന്ന സംവിധാനമായിരുന്നു. അതും പൂർണ്ണ രൂപത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ബൾക്ക് LPG, അതായത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ബൾക്ക് LPGക്കുള്ള നിയന്ത്രണവും എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അത് ഫ്ലാറ്റുകൾ, അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രവർത്തനം സുഗമമാക്കാൻ കഴിയും. എന്നാൽ ഗാർഹിക LPGയുടെ കാര്യത്തിലുള്ള കാര്യങ്ങളിലെ നിയന്ത്രണം, അതായത് 25 ദിവസത്തെ ടൈം പീരീഡ്, ഗ്രാമങ്ങളിൽ അത് 45 ദിവസം, ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. അത് നാളെയോ മറ്റന്നാളോ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറിയുടെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് പരിശോധിക്കാനും നിലവിലുള്ള സാഹചര്യം വിലയിരുത്താനും ഉന്നതതല സമിതി നാളെ 11 മണിക്ക് ചേരുന്നുണ്ട്. അതിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാം. ഇന്നലെ തന്നെ 50ഓളം കപ്പലുകളാണ് ഹോർമൂസ് കടലിടക്ക് കടന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. LPG ഉണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. അതിൽ 32 LPG വഹിക്കുന്ന ടാങ്കറുകളാണ് എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത്. അത് ഇന്ത്യയുടെ LPG ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നു എന്ന് നമ്മുടെ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളൊക്കെ തീരത്തേക്ക് എത്തുന്നുണ്ട്, രാജ്യത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഈ LPG വാങ്ങുന്നതിനുള്ള നിയന്ത്രണവും കേന്ദ്രം നീക്കുന്നു. പക്ഷെ ഇതിലെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ കൂട്ടിയ വില കുറയ്ക്കുമോ എന്നുള്ളതാണ്. അതിലും കൂടെ സമീപ ദിവസങ്ങളിൽ നമുക്കൊരു വ്യക്തത പ്രതീക്ഷിക്കാമോ, ഒരു ആശ്വാസം പ്രതീക്ഷിക്കാമോ? അത് ആശ്വാസം പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ബാരലിൻ്റെ വില $86 കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം $89 ആയിരുന്നു, അത് 86 ഇടിഞ്ഞിട്ടുണ്ട്. റഷ്യൻ എണ്ണയുടെ ബാരലിൻ്റെ വില അതിലും ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരാഴ്ചക്കകം ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, അതായത് വില വർധനവ് പിൻവലിക്കാനുള്ള പതിയെ പിൻവലിക്കാനുള്ള, അല്ലെങ്കിൽ പടിപടിയായി പിൻവലിക്കാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ ആരായുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വ്യാപകമായ നഷ്ടമുണ്ട് എണ്ണ കമ്പനികൾക്ക്. അത് നികത്താൻ വേണ്ടി കുറച്ചു സമയം കൂടി ഈ വില പൂർണ്ണമായി പിൻവലിക്കുന്നത് മാറി നിൽക്കും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ഇപ്പം